ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്ലാസ്സിൽ എങ്ങനെയാണ് ഒരു എച്ചിങ് വർക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ള രീതിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം തന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്ന ഗ്ലാസ് നല്ല ക്ലിയറായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അതിൽ ഒരുവിധ പൊടി ഐറ്റംസും കാണരുത്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഗ്ലാസിൻ്റെ സൈസിനനുസരിച്ചുള്ള സ്റ്റിക്കർ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന സ്റ്റിക്കർ നമ്മൾ തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഗ്ലാസിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുന്ന രീതിയാണ് അടുത്ത സെക്ഷൻ. ആ ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ഗ്ലാസ്സിൽ സ്റ്റിക്കർ ഒട്ടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവത്തിൽ ഒരുവിധ ബൗൾസും കാണരുത്. അങ്ങനെ സ്റ്റിക്കറിൻ്റെ മുകളിൽ ബൗൾസ് വന്നിട്ടുണ്ടെങ്കിൽ സാൻഡ് ബ്ലാസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ദോഷകരമായിട്ട് മാറുന്ന സംഭവമാണ് ഈ ബൗൾസ് സ്റ്റിക്കറിൽ വരുന്നത്. അത് ഈ ബൗൾസ് പൊങ്ങി നിന്ന് കഴിയുമ്പം നമ്മൾ ഈ സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യുമ്പം ഗണ്ണിൽ നിന്ന് വരുന്ന അതിശക്തമായിട്ടുള്ള എയറാണ് ഗണ്ണിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഈ സാൻഡും കൂടെ പുറത്തോട്ട് വരുവാണ്. അപ്പോൾ ആ സാൻഡ് വന്ന് നേരെ ഈ ബൗൾസിലോട്ട് വീണ് കഴിയുമ്പം ഈ സ്റ്റിക്കർ കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ വർക്ക് ഫുള്ള് കുളമായിട്ട് പോകും. അപ്പം സ്റ്റിക്കർ ഒട്ടിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അതിൻ്റെ എഡ്ജ് 4 എഡ്ജും നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അതായത് ഗ്ലാസ്സിന് ചേർത്ത് തന്നെ നമ്മളത് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ഗ്ലാസ്സിന് മുകളിൽ ഒട്ടിച്ചെടുത്തിരിക്കുന്ന സ്റ്റിക്കറിൻ്റെ മുകളിലാണ് നമ്മൾ സ്കെച്ചിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്കെച്ച് ഇടിയിൽ തുടങ്ങാം. നമ്മളിന്ന് ഈ ഗ്ലാസ്സിൽ ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു ഫ്ലവറിൻ്റെ പടമാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് ഓർഡർ വന്നിരിക്കുന്ന ഒരു ഗ്ലാസ്സാണ്. സാധാരണ നമുക്ക് കസ്റ്റമർ ഒരു പടം ഇങ്ങോട്ട് തരുവാണ് ചെയ്യാറ്. അതനുസരിച്ചാണ് നമ്മൾ ആ ഗ്ലാസ്സിൽ വർക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്തവണ അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലവർ സെൻട്രലായിട്ട് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതായത് ഗ്ലാസിൻ്റെ സെൻറ്ററിൽ മാത്രം ഫ്ലവർ നിൽക്കും, ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിട്ട് കിടക്കുകയും ചെയ്യും. അപ്പം ഈ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിട്ട് ചെയ്യുന്ന വർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ വീടുകളിലെ കിച്ചൻ്റെ കബോർഡിൻ്റെ ഡോറിൻ്റെ ഗ്ലാസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം അതിൻ്റെ അകത്ത് വെക്കുന്ന വസ്തുക്കൾ നമുക്ക് പിടിയിൽ നിന്ന് കാണാനും വേണ്ടി എളുപ്പത്തിനാണ് ഈ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിട്ട് മിക്കവരും നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതല്ലാതെ ഒരു മെത്തേഡുണ്ട്, അത് റിവേഴ്സ് എച്ചിങ് എന്നാണ് അതിൻ്റെ പറയുന്ന പേര്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം. റിവേഴ്സ് എച്ചിങ്ങിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്കിൻ്റെ അകത്ത് കൂടെ മാത്രമേ ഉള്ളൂ മറുവശം കാണാൻ സാധിക്കത്തുള്ളൂ. അതാണ് ആ വർക്കിൻ്റെ പ്രത്യേകത. ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ നമുക്ക് ഒരു വിധത്തിലും മറുവശം കാണാൻ സാധിക്കത്തില്ല, വർക്കിൻ്റെ അകത്ത് കൂടെ മാത്രം കാണാൻ പറ്റത്തുള്ളൂ. ഈ വർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വർക്കിൻ്റെ അകത്ത് കൂടെ കാണാൻ പറ്റത്തില്ല, ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ മാത്രമേ നമുക്ക് മറുവശം കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ സ്കെച്ചിങ് തീർന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം സ്കെച്ച് ഇട്ടിരിക്കുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളത്. പിന്നെ നമ്മൾ കളറിങ്ങിന് സ്കെച്ച് ഇടുന്ന പോലെയല്ല എച്ചിങ്ങിന് സ്കെച്ച് ഇടുന്നത്. കളറിങ്ങിന് സ്കെച്ച് ഇടുന്നത് വേറൊരു രീതിയിലാണ്, ഇപ്പോൾ എച്ചിങ്ങിന് സ്കെച്ച് ഇടുന്നതും വേറൊരു രീതിയിലാണ്. അപ്പോൾ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എച്ചിങ്ങിന് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. കളറിങ്ങിനേക്കാളും കൂടുതൽ കട്ടിങ് ചെയ്യേണ്ടത് എച്ചിങ്ങിനാണ്. അതായത് ഈ പടം സ്കെച്ചിട്ടിരിക്കുന്ന പടം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഏറ്റവും കൂടുതലുള്ളത് എച്ചിങ് വർക്കിനാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളറിങ്ങിലാണെങ്കിൽ ഇപ്പോൾ ഒരു ഫ്ലവർ ചെയ്യുക, ആ ഫ്ലവറിൻ്റെ
ഓരോ ഇതളും നമുക്ക് വെവ്വേറെയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഇതളിനും കളറ് കൊണ്ട് തന്നെ നമുക്ക് തരംതിരിച്ച് മാറ്റാൻ പറ്റും. ഇത് എച്ചിങ്ങിൻ്റെ അകത്ത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ടിങ്ങിലാണ് അതിൻ്റെ നമ്മൾ തരംതിരിച്ച് ഓരോ ഇതളായിട്ട് തരംതിരിച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എച്ചിങ് കട്ട് ചെയ്യുമ്പം ശരിക്ക് ശ്രദ്ധിച്ച് കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന വർക്ക് മൊത്തം വെറുതെ പാഴായിപ്പോകും. അപ്പോൾ നമ്മുടെ കട്ടിങ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ സാൻഡ് ചെയ്യേണ്ട ഭാഗം, അതായത് നമുക്ക് സെൻട്രലിലാണല്ലോ ഫ്ലവർ വേണ്ടത്, ബാക്ക്ഗ്രൗണ്ട് പ്ലെയിനായിട്ട് കിടക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പടത്തിൻ്റെ, അതായത് ഈ ഫ്ലവറിൻ്റെ ഉൾവശമാണ് നമ്മൾ പൊളിച്ചെടുക്കേണ്ടത്. അത് നേരെ തിരിഞ്ഞു പോയാൽ വർക്ക് വേറെ രീതിയായി പോകും. അപ്പോൾ രണ്ടും രണ്ട് വ്യത്യാസമുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ വർക്കിൻ്റെ ഉൾവശം ഫുള്ള് ഉള്ള സ്റ്റിക്കർ, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റിക്കർ നീക്കം ചെയ്തെടുക്കണം. നമ്മൾ ഈ സ്റ്റിക്കർ നീക്കം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇല കട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത് ആ ഞരമ്പ് പോലെ ഒരു പോർഷനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ധൃതി വെച്ച് പൊളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് പൊളിഞ്ഞു പോരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാലും സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ആ ഞരമ്പ് പോലെ ഇരിക്കുന്ന ഐറ്റംസ് എല്ലാം, പൊടി പോലെ ഇരിക്കുന്ന ഐറ്റംസ് എല്ലാം ചിലപ്പോൾ പൊങ്ങിപ്പോകാനും പറന്നു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവിടെ വർക്ക് നടക്കത്തില്ല. നമുക്ക് വേണ്ടാത്ത സ്റ്റിക്കറുകളെല്ലാം നമ്മൾ നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സാൻഡ് ബ്ലാസ്റ്റിംഗ് ആണ്. അപ്പം നമുക്ക് അരിക്ക് കൊണ്ടുവച്ച് ക്യാമറ വെച്ച് സാൻഡ് ബ്ലാസ്റ്റിംഗ് നിങ്ങളെ കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് സാധിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല പൊടിയാണ് സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ പൊങ്ങുന്നത്. പിന്നെ അതുതന്നെയല്ല, ഈ ഗണ്ണിൽ നിന്ന് വരുന്ന എയറിൻ്റെ പ്രഷർ കാരണം സാൻഡ് നേരെ ഗ്ലാസ്സിൽ ചെന്നടിച്ചിട്ട് നല്ല പവറിലാണ് തിരിച്ചു വരുന്നത്. അപ്പം നമ്മുടെ ക്യാമറ വരെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളെ അരിക്ക വെച്ച് കാണിക്കാത്തത്. അപ്പം ഈ ഗ്ലാസ് എച്ചിങ്ങിൻ്റെ ലാസ്റ്റത്തെ ഘട്ടമാണ് സാൻഡ് ബ്ലാസ്റ്റിങ്. അപ്പം നമ്മുടെ വർക്ക് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നമുക്ക് ആവശ്യമില്ലാത്ത സ്റ്റിക്കറുകൾ ഫുള്ള് നമ്മൾ ഇനി നീക്കം ചെയ്യുകയാണ്. നമ്മുടെ വർക്ക് തീർന്നിട്ടുണ്ട്. ഇനി ആ സ്റ്റിക്കറിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പം ഓൾറെഡി ഗ്ലാസ്സിൽ വർക്ക് നമ്മൾ ചെയ്തെടുത്തിരിക്കുക. ഈ വർക്കിൽ നമ്മൾ കട്ടറിന് ഇട്ട് ചിരണ്ടി നോക്കിയപ്പോലും ഈ വർക്ക് പോകത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാൻഡ് ബ്ലാസ്റ്റ് ചെയ്തിരിക്കുന്ന വർക്കായതുകൊണ്ടാണ് പോകില്ലാത്ത. കാരണം ഇത് ഡയറക്റ്റ് ഗ്ലാസ് പൊടിഞ്ഞാണ് ആ വൈറ്റ്, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഒരു വൈറ്റ് ഷെയ്ഡിലാണ് ഫ്ലവർ വന്നിരിക്കുന്നത്. അപ്പോൾ ആ വൈറ്റ് കളർ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഏരിയയിലുള്ള ഗ്ലാസ് പൊടിഞ്ഞു പോയിരിക്കുക. സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത്ര ഏരിയയിലുള്ള ഗ്ലാസ് പൊടിഞ്ഞു പോയാണ്, അങ്ങനെയാണ് ഈ വർക്ക് ഔട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എച്ചിങ് വർക്ക് തീർന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.